ഇനി നമ്മൾ പോകുന്നത് 124 പേജിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ദ ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഫോർ ദ ഗ്രോയിങ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഗർഭകാലത്തെ ആഹാരക്രമം വളരുന്ന ശിശുവിന് എത്രമാത്രം പ്രധാനപ്പെട്ടത് എന്നാണ്. ഒരു അമ്മാമയെയും ഒരു ഗർഭിണിയായ സ്ത്രീയെയും കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂട്രീഷ്യസ് ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബേബി. അതായത് പോഷകസമൃദ്ധമായ ഭക്ഷണം, ആഹാരക്രമം ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്ത് ഡയറക്റ്റ്ലി നേരിട്ട് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബേബി, അതായത് ആ കുഞ്ഞിൻ്റെ വളർച്ചയെയും ഡെവലപ്മെൻറ്റിനെയും അവൻ്റെ ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും എല്ലാം സഹായിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് നന്നായിട്ട് കഴിക്കണം, കാരണം അത് അവൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും ആ കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ ഡെവലപ്മെൻറ്റിനും വളർച്ചയ്ക്കും എല്ലാം കാരണമായി തീരുന്നു. രണ്ടാമതായിട്ട് ഫോളിക് ആസിഡ്, എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ ബി, ഹെൽപ്സ് പ്രിവെൻറ്റ് ന്യൂട്രൽ ട്യൂബ് ഡിഫക്ട്സ്. അതായത് ന്യൂട്രൽ ട്യൂബ് ഡിഫക്ട്സിനെ എന്താണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ആ ആസിഡിൻ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളെ ഇത് വരാതിരിക്കുന്നതിനുമായിട്ട് ന്യൂട്രൽ ട്യൂബ് ഡിഫക്ട്സ് വരാതിരിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജ് ഓഫ് ഫിറ്റൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ഫിറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ ന്യൂട്രൽ ട്യൂബ് ഡിഫക്ട്സ് വരാതിരിക്കുവാനായിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഗുഡ് ഡയറ്റ് വുഡ് ഗീവ് മോർ അപ്രോപ്രിയേറ്റ് ബർത്ത് വെയ്റ്റ്. അതായത് നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിന് ശരിയായ തൂക്കമുണ്ടായിരിക്കും. ആൻഡ് ഇൻക്രീസ് റേറ്റ്സ് ഓഫ് മെൻ്റൽ ആൻഡ് ഇൻഫാൻറ്റ് സർവൈവൽ. അതുപോലെ തന്നെ ഇൻക്രീസ് ദ റേറ്റ്, അതായത് കൂട്ടിയെടുക്കുന്നു ഏതാണ് മെർട്ടേണൽ, അതായത് അമ്മയുടെയും ശിശുവിൻ്റെയും സർവൈവൽ, അതായത് ശിശുമരണ നിരക്കിനെ കുറയ്ക്കുകയും അവരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് 2-3 കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ തന്നെയും ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ആഡ് ചെയ്യാം. നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം, അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ളവർക്ക് കൊടുക്കണം. ഓക്കെ, ഇനി 115-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഡു യു മീൻ ബൈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി? എന്താണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ MTP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP റെഫേഴ്സ് ടു ലീഗൽ അബോർഷൻ, അതായത് നിയമപരമായിട്ട് നടത്തുന്ന അബോർഷനെയാണ് എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ വാക്ക് പഠിച്ചു, അബോർഷൻ എന്ന്. അപ്പോൾ വാട്ട് ഈസ് അബോർഷൻ? എന്താകുന്നു അബോർഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി? ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെഡിക്കലി ടെർമിനേറ്റിംഗ് ദ ഫീറ്റസ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രഗ്നൻസി പീരീഡ്. അതായത് ശാസ്ത്രീയമായിട്ട് മെഡിക്കലി എന്താണ് ഒരു കുഞ്ഞിൻ്റെ ഗർഭകാലത്ത് തന്നെ ഗർഭചിത്രത്തെ, അതായത് നിയമാനുസൃതമായിട്ട് ഗർഭകാല ഘട്ടം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഗർഭചിത്രം നടത്തുന്നതിനെയാണ് MPT അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഗർഭകാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് മുൻപ് ഗർഭസ്ഥ ശിശുവിനെ ഗർഭചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്നതിലൂടെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അബോർഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് അബോർഷൻ എന്ന മറ്റൊരു പേര് കൂടി പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളോട് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? വാട്ട് ഷുഡ് ബി ദ കോസസ് ഓഫ് അബോർഷൻ? അതായത് എന്തായിരിക്കാം അബോർഷൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് കാരണം. അപ്പോൾ അബോർഷൻ്റെ കാരണം ചോദിച്ചാലും മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ കാരണം ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ എഴുതാം. ഫാക്ടേഴ്സ് സച്ച് ആസ് ഏജ്, അതായത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് ഗർഭിണിയാകുന്നതെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഹാനികരമായി തീരാൻ സാധ്യതയുണ്ട്. അത്തരമുള്ളപ്പോൾ ഏജ് കുറവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ ഏജ് ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ പ്രഗ്നൻസി ഡിലീറ്റ് ചെയ്യാൻ, അതിനെ നശിപ്പിക്കുവാനായിട്ട്, അബോർഷൻ നടത്തുവാനായിട്ട്, അലസുവാനായിട്ട്, ഗർഭം അലസിപ്പിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസ് ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്ത്
ഇപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു പോവുകയോ ആംബ്ലിക്കൽ കോഡ് ചുറ്റുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സിറ്റീസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയാം. ആ സമയത്തും ഗർഭം അലസിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൺ. ഓക്കെ, ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യനിലയും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്താണ് ഗർഭചിത്രം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ നടത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് 118ാമത്തെ ചോദ്യം, ഹൗ ദ ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ്. എങ്ങനെയാണ് ഫീറ്റസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്? ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ് അണ്ടർ ദ ഗൈഡ്ലൈൻസ് ഓഫ് എ ഹെൽത്ത് പ്രൊഫഷണൽസ് ഡ്യൂറിങ് ഓർ സർജിക്കൽ ടെക്നിക്സ്. അതായത് ഡ്രഗ്സ് ഓർ സർജിക്കൽ ടെക്നിക്സ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഫീറ്റസിനെ ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ഒന്നുകിൽ ഡ്രഗ്സ് ഉപയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതായത് മരുന്ന് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർജിക്കൽ ടെക്നിക്കൽ അതായത് ഓപ്പറേഷൻ നടത്തിയായിരിക്കാം. അപ്പം അതായത് പല രീതിയിൽ നമുക്ക് എന്താണ് ഈ ഗർഭചിത്രം നടത്തുന്നതിനായിട്ട് പഠിക്കും. അത് ഇനി വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ 125ാമത്തെ പേജ് നമ്പർ 125 പോവുകയാണ്. വാട്ട് ആർ ദ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ ദ പ്രഗ്നൻറ്റ് വുമൺ. ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് അനിവാര്യമായ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് അതായത് പോഷകഗുണങ്ങൾ ഏതെല്ലാമാണ്? അയൺ, അവൾക്ക് വേണ്ടുന്ന പോഷകഘടകങ്ങളാണ് അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയെല്ലാം ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇനി 120ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഐറ്റംസ് ഓഫ് ഫുഡ് പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ഇൻക്ലൂഡ് ഇൻ ദിയർ ഡയറ്റ്. ഏതെല്ലാം ആഹാര പദാർത്ഥങ്ങളാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഡയറ്റ് എന്ന് വെച്ചാൽ ആഹാരക്രമം. ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദ ഐറ്റംസ്, ഏതെല്ലാം ഐറ്റങ്ങളാണ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഷുഡ് ഇൻക്ലൂഡ് ഉൾപ്പെടുത്തേണ്ടത് എൻ്റെ ആഹാരക്രമത്തിൽ? ഓക്കെ, ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ന് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ലീഫി ഇലക്കറികൾ, ഗ്രെയിൻസ്, ധാന്യങ്ങൾ, മീൻ, ഫിഷ്, മീറ്റ്, മാംസം, എഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് അതായത് പാലുൽപ്പന്നങ്ങളും പാലും എല്ലാം എന്താണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് ദ ഡയറ്റ് ഫുഡ് ഐറ്റംസ് ദാറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ നീഡഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ് നീഡ്സ് ഫോർ ദ എനർജി റിക്വയർഡ് ഫോർ ദ മദർ. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ പ്രോട്ടീന് അതുപോലെ ലഭിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആർക്ക് വേണ്ടിയിട്ട്? അമ്മയ്ക്ക്, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ആവശ്യവും ലഭിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എലോങ് വിത്ത് ദിസ് ഡ്രിങ്കിങ് അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മസ്റ്റ്. അതുപോലെ തന്നെ ആവശ്യത്തിന് വാട്ടറും കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. ശരീരത്തിന് ആവശ്യമായ ജലവും കുടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് 121ാമത്തെ ചോദ്യത്തിലേക്കാണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫൈബർ റിച്ച് ഫുഡ്. അതായത് നാരുകൾ കൂടുതലുള്ള ഫുഡ്, ഫൈബർ റിച്ച് ഫുഡിൻ്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്താണ്? ഫൈബർ റിച്ച് ഫുഡ് ഹെൽപ്സ് ഡൈജഷൻ ആൻഡ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ. അതായത് ഫൈബർ കൂടുതലുള്ള, നാരുകൾ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം തടയുകയും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫൈബർ ഫുഡ് അടങ്ങിയ ഫുഡ് ഗർഭിണികൾ മാത്രമല്ല എല്ലാവരും സഹായിക്കുന്നത് നല്ലതാണ്. ദഹനത്തിന് സഹായിക്കുകയും മലബന്ധത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇനി 122ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഫുഡ്സ് പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്. ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ കൺട്രോൾ ചെയ്യുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്? എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്. അതായത് ഈ ഒത്തിരി ഉപ്പിലിട്ട സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക, ഉപ്പ് കൂടുതൽ അടങ്ങിയ പദാർത്ഥങ്ങൾ. ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. അതുപോലെ തന്നെ പഞ്ചസാര കൂടുതൽ അടങ്ങിയതും ഫാറ്റ് കൂടുതൽ അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. ഇനി 124ാമത്തെ ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത് ടേബിൾ 5.1 ആണ്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ആൻഡ് റെഗുലേറ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ളത് നമ്മളോട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡ്, ഫുഡ് ഐറ്റം ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫിഷ്, മത്സ്യം, മീറ്റ്, മാംസം,
എഗ്ഗ് മുട്ട, മിൽക്ക് പ്രോഡക്റ്റ് പാലുൽപ്പന്നങ്ങൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഫുഡ് ഐറ്റംസ് ദാറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ നീഡഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിന്, അതായത് അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ശിശുവിന് ആവശ്യമായ പ്രോട്ടീൻ നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അമ്മയ്ക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതും കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുന്ന അനിവാര്യമാണ്. അടുത്തതായിട്ട് ബി, ഫുഡ് ഐറ്റംസ് ടു ബി റെഗുലേറ്റഡ്. അതായത് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കേണ്ടത് ഏതെല്ലാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. അതായത് അധികമായിട്ടുള്ള ഉപയോഗം ഏതിൻ്റെയാണ്? ഫുഡ് ഏതെല്ലാമാണ്? സോൾട്ട്, ഉപ്പ് അടങ്ങിയതും ഷുഗർ അടങ്ങിയതും ഫാറ്റ് അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നതും അനിവാര്യമാണ്. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.